എങ്ങോട്ടാ? ഞാനകത്തോട്ട്. ഇപ്പാടി ചവിട്ടരുത്. സുധേ, ആ പേര് നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും? പറഞ്ഞിരുന്നോന്ന്? ഇനി ജോലി വേണമെങ്കിൽ വേറെ കുടുംബം തകർത്തിട്ട് വേണോ നിങ്ങൾക്ക്? പറക്കില്ലേ? നിങ്ങൾ തകർത്ത 12 കുടുംബം ഉണ്ടല്ലോ, അവരെയൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. അവരുടെ കഥകളെല്ലാം കേൾക്കുകയും ചെയ്തു. എന്തൊരു മനുഷ്യനാണോ നിങ്ങള്? കുടുംബങ്ങളെ തകർത്ത് സന്തോഷിക്കുന്ന ഒരു സൈക്കോ അല്ലാണോ നിങ്ങള്? ആളുകളെ തമ്മിത്തലിച്ച് ചോര കുടിക്കുന്ന ഒരു ചെന്നായാണ് നിങ്ങള്. ചെന്നായ. ശരിയാ, നീ കണ്ടുപിടിച്ചതും അരുന്ധതി വക്കീൽ കണ്ടുപിടിച്ചതും എല്ലാം ശരിയാ. 12 കുടുംബം ഞാൻ തകർത്തു. ഈ ആവണിയുടെ മോന്റെ കുടുംബം തകർത്തതും ഞാൻ തന്നെ. അതൊക്കെ നിന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നീ എനിക്ക് എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ? നിനക്കും നിന്റെ ഗസ്റ്റിനും ഭക്ഷണം ഉണ്ടാക്കി തരലില്ലായിരുന്നു എന്റെ പണി. ഞാനൊരു കേസ് ഏറ്റെടുത്താലേ അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ പഠിക്കും. അതിന് വഴക്കുണ്ടാക്കിക്കാൻ പറ്റുന്നവരെ കൊണ്ട് വഴക്കുണ്ടാക്കി. എനിക്ക് നിന്നോട് ചെയ്യാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതും മുഴുവൻ ഞാൻ എന്റെ ക്ലയൻസിന്റെ ഭാര്യമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എങ്ങനെയായാലും കുറച്ചു ദിവസം കഴിയുമ്പോ രണ്ടും 2 വഴിക്കങ്ങ് പോകും. നിന്ന് പ്രസംഗിക്കുന്നോ തോന്നിയാസം കാണിച്ചിട്ട്? നാണം ഉണ്ടോടോ തനിക്ക്? ഒരിത്തിരി ഉളുപ്പ്. തനിക്കെതിരെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവ് ഇറങ്ങുന്നുണ്ട്. കാണാം നമുക്ക്. തന്നെ പൂട്ടാനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഇല്ലെങ്കിൽ പോലീസിന് വേണ്ടുന്ന എല്ലാ സഹായവും ഈ ഞാൻ ചെയ്തു കൊടുക്കും. കൂട്ടും തന്നെ ഞാൻ. ഒച്ചയെടുക്കരുത്. നിങ്ങളുടെ ചെപ്പക്കുറ്റി നോക്കി എനിക്ക് അടിക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇറങ്ങിക്കോ. ഞാൻ എങ്ങോട്ട് പോവാൻ? നിങ്ങൾ എങ്ങോട്ട് വേണേലും പോ. എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. കുറച്ച് കഴിയുമ്പോ ജയില് കിട്ടും കിടക്കാനായിട്ട്. ചെല്ല് വക്കീലേ. ഇനി ഈ പടി കടന്ന് നിങ്ങൾ വരരുത്. ഈ സുധ നിങ്ങളുടെ ജീവിതത്തിന് ഇനി ഇല്ല. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ചതിയൻ എന്റെ ജീവിതത്തിൽ വേണ്ട. പോവാൻ നോക്ക്. ചെല്ല് വക്കീലേ. പറഞ്ഞത് മനസ്സിലായില്ലേ?